friends, എല്ലാവർക്കും മാജിക് വേൾഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊട്ടറ്റോസ് കൊണ്ടൊരു വടയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലെ വലിപ്പമുള്ള 2 പൊട്ടറ്റോസ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 150 ഗ്രാം അരിപ്പൊടി, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല, ഒരു ചെറിയ ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. പൊട്ടറ്റോസ് വേവിക്കുമ്പം തൊലിയോടുകൂടി വേണം വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ അതിൻ്റെ തൊലി പൊളിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇത് നല്ലതുപോലെ ചൂടോടുകൂടി തന്നെ വേണം പൊടിച്ചെടുക്കാം. ഇവിടെ ഒരു പാൻ വെച്ച് അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിടുക. സവാളയും പച്ചമുളകും നല്ലതുപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഗരം മസാലയും പെരിഞ്ജീരകവും മഞ്ഞൾപ്പൊടിയും അല്പം കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരിപ്പൊടി കുറേശ്ശെയായി ഇട്ട് ഇളക്കിയെടുക്കാം. ഞാനിവിടെ നമ്മുടെ പൊട്ടറ്റോസും അരിപ്പൊടിയും കൂടി നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂടി ഇട്ട് ഇളക്കിയെടുക്കാം. ഞാനിവിടെ മാവെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. മസാല എല്ലാം ഇട്ട് ഇളക്കി. ഇനി നമുക്കിത് വടയുടെ ഷേപ്പിൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അല്പം സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തൂക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കുറച്ച് റവ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വടയിൽ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒരു ബോളായിട്ട് ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ആക്കി ചെറിയൊരു ഹോള് കൊടുത്ത് ആ വടയുടെ ഒരു ഷേപ്പ് വരുത്തിയിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റവയിൽ അല്പം ഒന്നിട്ട് ഇതേപോലെ എല്ലാം ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ നമ്മുടെ മാവ് ഇതുപോലെ വടയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ വട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വടയെല്ലാം ഇവിടെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോസ് കൊണ്ടുള്ള വട ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ.
ഇതിന് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളേ ഉള്ളൂ. ആ റവ തന്നെ ഉപയോഗിക്കണം. പിന്നീട് പൊട്ടറ്റോസ് ചൂടോട് കൂടിയുള്ള പൊട്ടറ്റോസിൽ വേണം അരിപ്പൊടി ഇട്ട് കുഴച്ചെടുക്കാൻ. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, എൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു മണിയിൽ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.